ഞങ്ങൾക്കിപ്പോൾ അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. കുറച്ച് കുട്ടികളെ നിർബന്ധിച്ച് ഹോസ്റ്റലിൽ നിന്നൊക്കെ നിർബന്ധിച്ച് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഇപ്പം ഈ പുതിയതായിട്ട് ചേരുന്ന സ്റ്റാഫുമാരാണെങ്കിൽ 20 രൂപ സാലറിയിലാണ് നിൽക്കുന്നത്. അവർക്കത് വീട്ടിലോ ഒന്നിനോ തികയുന്നില്ല. ഇപ്പോഴത്തെ എക്സ്പെൻസസ് ഒക്കെ അറിയാമല്ലോ. നമുക്കിപ്പോൾ ഇവിടെ രോഗികൾ കഷ്ടപ്പെടണമെന്നോ ആസ്റ്റർ കഷ്ടപ്പെടണമെന്നോ ഒരു പ്രസ്ഥാനം കഷ്ടപ്പെടണമെന്നോ ഒന്നുമില്ല. എല്ലാവർക്കും അറിയാം നഴ്സിംഗ് പഠിക്കേണ്ട അത്യാവശ്യം നല്ല രീതിയിൽ 4 വർഷത്തോളം പഠിക്കുമ്പോൾ അതിനനുസരിച്ച് ലക്ഷങ്ങൾ നമുക്ക് ചിലവാവേണ്ടത്. പക്ഷെ ഇവിടെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കിട്ടില്ല. നമുക്ക് ഒരു സ്റ്റാഫിന് 4 പേഷ്യൻ്റ് എന്നുള്ള കണക്കിലാണെങ്കിലും സ്റ്റാഫുള്ള കുറവ് മൂലം അവരിപ്പം ഉള്ള സ്റ്റാഫിനെ വെച്ചാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഡ്യൂട്ടിക്ക് കയറിയില്ലെങ്കിൽ നിങ്ങളെ പിരിച്ചുവിട്ട് റിസൈൻ ചെയ്യും, മെമ്മോ തരും, ഇങ്ങനെയൊക്കെയാണ് നമ്മളോട് പറയുന്നത്. മാനേജ്മെന്റിന്റെ കൂടെ നിൽക്കണതൊക്കെയാണ് നമ്മളോട് ഭീഷണിപ്പെടുത്തുന്നത്. നമസ്കാരം. മിനിമം വേതനം 40,000 രൂപയാക്കണമെന്ന് ആവശ്യപ്പെട്ട് UN-യുടെ നേതൃത്വത്തിൽ സംസ്ഥാനമൊട്ടാകെ സമരം നടക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആസ്റ്റർ മെഡിസിറ്റി എറണാകുളത്താണ്. ഇവിടെ 100-ലധികം നൂറുകണക്കിന് നേഴ്സുമാരാണ് ഇവിടെ സമരം ചെയ്യുന്നത്. ആശുപത്രിയുടെ മുൻവശത്ത് ഗേറ്റിന് സമീപത്താണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധം നടക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ രാത്രിയിൽ വലിയ രീതിയിൽ നേഴ്സുമാർക്ക് നേരെ ഒരു ഈ ആശുപത്രി മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇടപെടലുണ്ടായിരുന്നു. അവർ ഈ ഹോസ്റ്റലിലുള്ള നേഴ്സുമാരെയൊക്കെ നിർബന്ധിച്ച് വാഹനത്തിൽ കയറ്റി ആശുപത്രിയിൽ ഡ്യൂട്ടിക്ക് കൊണ്ടുപോകാൻ ഭീഷണിപ്പെടുത്തി ഡ്യൂട്ടിക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമൊക്കെ നടന്നിരുന്നു. പക്ഷേ UN-യുടെ ദേശീയ അധ്യക്ഷൻ ജാസ്മിൻ ഷായുടെ നേതൃത്വത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെ എത്തി വലിയ പ്രതിഷേധം നടത്തി. പിന്നീട് ആ വാഹനത്തിൽ നിന്നും നേഴ്സുമാരെ പുറത്തിറക്കിയ വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ കാണാം. ഇവിടെ ഈ കടുത്ത വേനലിലും ഈ ഒരു വെയിലൊന്നും വകവയ്ക്കാതെ തന്നെയാണ് ഇവരെല്ലാവരും ഇവിടെ ഈ ഒരു പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ? ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഞങ്ങൾക്കിപ്പോൾ അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഈ കഴിഞ്ഞ ദിവസം നിങ്ങളെ നിർബന്ധിപ്പിച്ച് ഇവിടെ ജോലിക്ക് കയറ്റാൻ ശ്രമിച്ചല്ലേ? കുറച്ച് കുട്ടികളെ നിർബന്ധിച്ച് ഹോസ്റ്റലിൽ നിന്നൊക്കെ നിർബന്ധിച്ച് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ആശുപത്രി മാനേജ്മെന്റ് തീരുമാനം എന്താണ്? അവരെന്താണ് പറയുന്നത്? ഇന്നലെ ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ച പരാജയമായിരുന്നു. അപ്പോൾ ഇന്ന് 5 മണിക്കുള്ളിൽ ഞങ്ങളുടെ ആവശ്യം അംഗീകരിക്കണമെന്നാണ് ഞങ്ങളുടെ. എന്തൊക്കെയാണ് ആവശ്യം? സാലറി കൂട്ടാനാണ്. ബേസിക് സാലറി കൂട്ടാൻ വേണ്ടിയിട്ടും ട്രെയിനീസ് ഒഴിവാക്കാനായിട്ടും. പിന്നെ ഇവിടെ എന്തൊക്കെയാണ് ഇവിടുത്തെ ഒരു സമരത്തിന്റെ രീതി? എങ്ങനെയാണ് സമരത്തിന്റെ രീതി എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോവാണ്. ഇതിൽ അപ്പുറത്ത് നമുക്ക് ഇവരുടെ അടുത്തുനിന്ന് അനുകൂലമായിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അതിൻ്റെ രീതിക്ക് തന്നെ ഈ സമരം മുന്നോട്ട് പോകേണ്ടത് തന്നെയാണ്. ആരും ഡ്യൂട്ടിക്ക് കയറില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. എത്രത്തോളം ആളുകൾ ഡ്യൂട്ടിക്ക് ഉണ്ട് നിലവിലൊരു 80% ആൾക്കാർ നമുക്കിവിടെ പുറത്തുണ്ട്. ബാക്കി കുറച്ച് ആൾക്കാർ ഇപ്പം അവിടെ അകത്ത് ഡ്യൂട്ടി ചെയ്യുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. നിർബന്ധിച്ച് കയറ്റിയതാ. എന്ത് പറഞ്ഞാണ് ഈ ഭീഷണിപ്പെടുത്തുന്നത്? ടെർമിനേറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാവരെയും നിർബന്ധിച്ച് അവർ എത്തുന്നത്. പകരം വേറെ ആൾക്കാരെ അവർ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. പുറത്തുനിന്ന് എപ്പോഴാണെങ്കിലും ഡ്യൂട്ടിക്ക് ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് അറിയാൻ പറ്റുന്നത്. നിങ്ങൾ എന്തായാലും വിജയം കാണുന്ന സമരം ചെയ്യും. ഞങ്ങളുടെ സാലറി ഇൻക്രീസ് ആക്കണം. ഇപ്പം ഈ പുതിയതായിട്ട് ചേരുന്ന സ്റ്റാഫുമാരാണെങ്കിൽ 20 രൂപ സാലറിയിലാണ് നിൽക്കുന്നത്. അവർക്കത് വീട്ടിലോ ഒന്നിനോ തികയുന്നില്ല. ഇപ്പോഴത്തെ എക്സ്പെൻസസ് ഒക്കെ അറിയാമല്ലോ. സാലറി ഇൻക്രീസ് ആക്കണം. പിന്നെ ആവശ്യമുള്ള പേഷ്യൻ്റ് സ്റ്റാഫ് റേഷ്യോ നടപ്പാക്കണം. അതൊക്കെയാണ്. ഇതൊക്കെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. സാലറി ഇൻക്രീസ് ആക്കണം. അതുപോലെ തന്നെ കഷ്ടപ്പാടുകളുണ്ട്. ഒത്തിരി നേരം ആവശ്യമില്ലാതെ ഒത്തിരി നേരം ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് ഞങ്ങൾ എക്സ്ട്രാ പണി ചെയ്യുന്നുണ്ട്. അവർക്ക് ഫ്രീ ആയിട്ട് ഞങ്ങൾ പണിയെടുത്ത് കൊടുക്കുകയാണ്. ഇതുവരെ ഞങ്ങൾക്ക് അതിനുള്ള അലവൻസോ ഒന്നും കിട്ടുന്നില്ല. ഇതുവരെ എക്സ്ട്രാ അവേഴ്സിനുള്ള പേയ്മെൻറ്റോ ഒന്നുമില്ല. ഞങ്ങളുടെ ഇത്രേ പറയുന്നുള്ളൂ, 40,000 ഞങ്ങളുടെ അടിസ്ഥാന ശമ്പളം ആക്കണം. അത് തന്നെയാണ് മെയിനായിട്ടുള്ളത്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് അത് തന്നെയാണ്. അടിസ്ഥാന ശമ്പളം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ എല്ലാവരും ആവശ്യം. ആ രീതിയിലാണ് ഇവിടെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ വേനലിലും ഈ ഒരു ചെറിയ മരത്തണലൊക്കെ ഉള്ളൂ. അവിടെ കുടയും ചൂടിക്കൊണ്ടാണ് അവർ ഇത്തരത്തിൽ ഈ ഒരു പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ചോദിക്കാം, നമ്മളെ എന്തൊക്കെയാണ് ആവശ്യങ്ങൾ? ഞങ്ങൾക്കിപ്പോൾ ഒരാവശ്യമുള്ളൂ, ഞങ്ങളുടെ ബേസിക് സാലറി 40,000 ആക്കുക. കാരണം ഞങ്ങൾ അത്രയും കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം കയറുന്ന ജൂനിയേഴ്സിന് പോലും കിട്ടുന്നത് വെറും 20,000 വെച്ചുകൊണ്ടൊന്നും ഒരു മാസം ഒന്നിനും പറ്റുന്നില്ല. കാരണം ഞങ്ങൾ അത്രയും ലക്ഷ്യമൊക്കെ മുടക്കി പഠിച്ചിട്ട് തന്നെയാണ് ഇറങ്ങിയത്. പഠിച്ചിറങ്ങി അത് കഴിഞ്ഞ് എഡ്യൂക്കേഷൻ ലോൺ ഉണ്ട്, വീട്ടിലേക്ക് കൊടുക്കണം. അത് കഴിഞ്ഞ് ഫുഡ്, പിന്നെ അക്കോമഡേഷൻ, എല്ലാത്തിനും ഹോസ്റ്റൽ ഫീസ്, എല്ലാത്തിനും ഫീസുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ വരെ ഫീസുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് ഒരു മാസം ഒന്നും കിട്ടില്ല. പകുതി ആകുമ്പോഴത്തേനും ഞങ്ങളുടെ സാലറി മുഴുവൻ തീരുകയാണ്. ഞങ്ങളുടെ
ഒരു മിനിമം ആവശ്യം എന്ന് വെച്ചാൽ 40,000 ആക്കുക. വെറുതെ ഒന്നുമല്ല, പണിയെടുത്തിട്ട് തന്നെയാണ്. നമുക്കിപ്പോൾ ഇവിടെ രോഗികൾ കഷ്ടപ്പെടണമെന്നോ ആസ്റ്റർ കഷ്ടപ്പെടണമെന്നോ ഒരു പ്രസ്ഥാനം കഷ്ടപ്പെടണമെന്നോ ഒന്നുമില്ല. ഇവിടെ ഇപ്പം നമ്മുടെ പിള്ളേർ ഡബിൾ ഡ്യൂട്ടി ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ളവർ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. അതൊന്നും കാണാൻ മാനേജ്മെൻറ്റ് ഇല്ല. എന്തായാലും ഇവിടെ മാനേജ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അവർ ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് ഞങ്ങളെ ഇവിടുന്ന് ഡ്യൂട്ടിക്ക് കയറ്റിയാണ്. അതിനൊന്നും ഇവർ മെനക്കെടുന്നില്ല. അതാണ് ഞങ്ങളുടെ ഒരു ആവശ്യം. വലിയ ബുദ്ധിമുട്ടിലാണല്ലേ നിങ്ങളുടെ ജീവിതം? അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. കാരണം എല്ലാവരും ഒരു നോർമൽ ഫാമിലിയിൽ നിന്ന് വന്നവരാണ് എല്ലാവരായാലും. നമ്മൾ അത്യാവശ്യം നല്ല ലക്ഷങ്ങൾ പൈസ എടുത്തിട്ടാണ് നമ്മൾ പഠിച്ചത്. പഠിക്കാൻ എല്ലാവർക്കും അറിയാം, നഴ്സിംഗ് പഠിക്കേണ്ട അത്യാവശ്യം നല്ല രീതിയിൽ 4 വർഷത്തോളം പഠിക്കുമ്പോൾ അനുസരിച്ച് ലക്ഷങ്ങൾ നമുക്ക് ചിലവാകുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കിട്ടില്ല. 20 രൂപ വെച്ച് നമുക്ക് ഒന്നും ആവാളൂ. ഒരു വർഷം കഴിഞ്ഞാണ് നമ്മൾ ജൂനിയർ സ്റ്റാഫിൽ നിന്ന് സ്റ്റാഫ് ആവുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് കൂടി വന്നൊരു 26-27 കിട്ടണുള്ളൂ. അതിൽ നിന്ന് നമുക്ക് ഈ ലോണും പോയി ബാക്കിയെല്ലാം പോയി കഴിഞ്ഞാൽ വീട്ടിലോട്ട് കൊടുക്കാനൊന്നും പറ്റില്ല. നമ്മുടെ ഫാമിലി സാധാ ഫാമിലിയാണ്ട് വീട്ടുകാരൊന്ന് വെറുതെ എടുത്താൽ പോലും നമുക്ക് പറ്റില്ല. അത്രയ്ക്ക് കഷ്ടപ്പാടുള്ള ഫാമിലിയാണ് എല്ലാവരും വന്നത്. നമ്മളൊക്കെ പല സ്ഥലത്തു നിന്നാണ് ജോലി ചെയ്യാൻ വരുന്നത്. അപ്പം നമുക്ക് വീട്ടിൽ പോകണമെങ്കിൽ പോലും ഇപ്പോൾ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ച് പോകേണ്ട അവസ്ഥയാണ് നമുക്കിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഓവർ ടൈം പോലും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് 6 hours ഡ്യൂട്ടി ആണെങ്കിൽ നമ്മൾ 10 ഇപ്പം 1 മണി വരെ നമുക്ക് ഉച്ചയ്ക്ക് ഷിഫ്റ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ 4 മണിയൊക്കെ ആവും, മോർണിംഗ് ഷിഫ്റ്റ് ആണെങ്കിൽ കൂടി. അപ്പോൾ ഓവർ ടൈം നമുക്ക് എക്സ്ട്രാ സ്ട്രെസ്സും എക്സ്ട്രാ ലോഡും ഉണ്ട് നമുക്ക് വർക്ക് ചെയ്യുന്നത്. സാലറി കാര്യങ്ങളൊന്നും എക്സ്ട്രാ തരുന്നില്ല. നമ്മൾ ഓവർ ടൈം എല്ലാ ദിവസവും ഇപ്പോൾ പറഞ്ഞ പോലെ രാവിലെ 7 മണി മുതൽ 1 മണി വരെയാണ് ഡ്യൂട്ടി എങ്കിലും അത് കഴിഞ്ഞും നമ്മൾ നിൽക്കും. ഒരു 3, 3:30, 4 മണി ആവാണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ ഡ്യൂട്ടി ചെയ്ത് തീർക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ നിൽക്കും, ആ ആത്മാർത്ഥത ഉള്ളത് കൊണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റാഫ് പേഷ്യൻ്റ് റേഷ്യോയും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഒരു സ്റ്റാഫിന് 4 പേഷ്യൻ്റ് എന്നുള്ള കണക്കിലാണെങ്കിലും സ്റ്റാഫുള്ള കുറവ് മൂലം അവരിപ്പം ഉള്ള സ്റ്റാഫിനെ വെച്ചാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പേഷ്യൻസ് കഷ്ടപ്പെടണമെന്നോ ബൈസ്റ്റാൻഡേഴ്സ് കഷ്ടപ്പെടണമെന്നോ അല്ലെങ്കിൽ ആസ്ട്രോ കഷ്ടപ്പെടണമെന്നോ ഒന്നും നമുക്ക് ആഗ്രഹമില്ല. പക്ഷെ നമ്മുടെ ഈ ഏറ്റവും മിനിമം ആയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാലറി 1333 രൂപ ഒരു ദിവസം അത് കിട്ടണമെന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ആവശ്യം. കാരണം നമ്മളിപ്പം വീട്ടുജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് പോലും കിട്ടുന്നുണ്ട് അവർ ചോദിച്ചു കഴിഞ്ഞാൽ 1000 രൂപ ഡെയിലി. അപ്പം നമ്മൾ ചോദിക്കുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യായമായിട്ടുള്ള കാര്യമല്ലേ എന്ന് മാത്രമേ ഞങ്ങൾക്ക് ചോദിക്കാൻ. ഒരു MBBS ഫസ്റ്റ് ഇയർ പഠിക്കുന്ന അതേ രീതിയിലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഫസ്റ്റ് ഇയർ BSc നഴ്സിംഗിന് പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ടും ഞങ്ങളുടെ കോഴ്സ് ഞങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഈവൻ ദോ ക്ലിനിക്സിലും ബാക്കി കമ്മ്യൂണിറ്റി പോസ്റ്റിങ്സും എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെയും വന്ന് ജോലി എടുക്കാൻ വരുന്നത്. ഇവിടെ വരുമ്പോൾ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇക്വാലിറ്റിയാണ്. ഞങ്ങളും മെഡിക്കൽ ഫീൽഡിലുള്ളവരാണ്, അവരും മെഡിക്കൽ ഫീൽഡിലുള്ളവരാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇച്ചിരി റെസ്പെക്റ്റും. അപ്പോൾ ആ റെസ്പെക്റ്റ് ആദ്യം കൊണ്ടുവരുന്നത് സാലറി ബേസിസിലാണ്. അവിടെ തന്നെ സാലറിയിൽ തന്നെ വലിയൊരു വ്യത്യാസം വരുമ്പം അവർ ചെയ്യുന്നതിനും കൂടുതലൊന്നും പറയുന്നില്ല. അവരോടൊപ്പം തന്നെ ഞങ്ങളും അധ്വാനിക്കുന്നുണ്ട്, ഞങ്ങളോടൊപ്പം തന്നെ അവരും. ഒരു ഇക്വാലിറ്റി ഉണ്ടെങ്കിലല്ലേ സ്മൂത്തായിട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ സമരത്തിനുള്ള മെയിൻ അടിസ്ഥാന കാരണം. ഡോക്ടർ പറഞ്ഞ നേഴ്സുമാർക്ക് ഇങ്ങനെ ശമ്പളം വർദ്ധിപ്പിക്കേണ്ടത്, ഇത് പറയുന്നത് ലക്ഷങ്ങൾ മേടിക്കുന്ന ആൾക്കാരാണ്. ഡോക്ടേഴ്സ് പറയുന്നത് അത് അവർക്ക് അവരുടേതായ പെർസെപ്റ്റീവ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതികളും ഉണ്ട്. ഞങ്ങളെന്ന് പറയുമ്പോൾ അതവർക്ക് ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ പറയുള്ളൂ. വിവരമുള്ളവരാരും അങ്ങനെ പറയത്തില്ലല്ലോ. കാരണം ചിന്തിക്കാനുള്ള മനസാക്ഷി അല്ലെങ്കിൽ ചിന്തിക്കാനുള്ളൊരു ഇതുണ്ടല്ലോ. ഞങ്ങൾ ചിന്തിച്ചപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് വേണം. കാരണം ഒരു മണ്ടികളല്ലാരും നഴ്സുമാരെന്ന് പറയുമ്പോൾ അവർക്ക് അതിൻ്റെ ഈവൻ ബൈസ്റ്റാൻഡേഴ്സിനെ നേരിടാൻ മീൻസ് അവരെ ഡീൽ ചെയ്യാനും അവരോട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനും ഒരു പേഷ്യൻ്റ് കണ്ടീഷൻ പറഞ്ഞാൽ തന്നെ അത് അറിവുണ്ടെങ്കിലേ അവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, വേണം. അപ്പം അതൊക്കെ ടോളറൻസും എല്ലാം ഉണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പം ഇവർ ഞങ്ങൾക്ക് തുച്ഛമായ സാലറി തന്ന് ഞങ്ങൾ ഒതുക്കാനായിട്ട് ശ്രമിക്കേണ്ട എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് എല്ലാവരുടെ ആവശ്യം തന്നെ ഒരു വീട്ടുജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് പോലും ഡെയിലി ഒരു 1000 രൂപ ശമ്പളം കൊടുക്കും. ഇവിടെ നമുക്കറിയാം നേഴ്സിംഗ് ജോലി അത്ര ചെറിയ ജോലിയൊന്നുമല്ല. കൃത്യമായി അത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ രോഗിയുടെ ജീവൻ തന്നെ അപകടത്തിലാകും. ഈ ഡോക്ടർമാർ ചികിത്സ നിർദ്ദേശിക്കുക മാത്രമേ ഉള്ളൂ. അവർക്ക് വേണ്ട രീതിയിൽ ഈ മരുന്ന് ഓരോ ഡോസിനനുസരിച്ച് മരുന്നും മറ്റുമൊക്കെ കൊടുക്കുന്നത് ഈ നേഴ്സുമാരാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ ഏതെങ്കിലും രീതിയിലുള്ളൊരു ചെറിയ പിഴവുണ്ടെങ്കിൽ പോലും ഈ രോഗികൾക്ക് വലിയ രീതിയിൽ അത് ദോഷം ചെയ്യും. ചിലപ്പോൾ അവരുടെ ജീവൻ തന്നെ ആപത്തിലാവും. പക്ഷേ അതൊന്നും അവർ കൃത്യമായി തെറ്റിക്കുന്നില്ല. അവർ കൃത്യമായാണ് ജോലി ചെയ്യുന്നത്. ജോലി ചെയ്ത് അവർ കൃത്യമായി ശമ്പളം ചോദിച്ചിട്ട് പോലും കൊടുക്കുന്നില്ല. അതാണ് ഇവിടെ ഇരുന്ന് ഈ നേഴ്സുമാരെല്ലാവരും തന്നെ ഇവിടെ ഒരേ സ്വരത്തിൽ പറയുന്നത് നമുക്കത് വ്യക്തമാകും. എന്തായാലും മോനെ, കഴിഞ്ഞ ദിവസം എന്താ ഇവിടെ സംഭവിച്ചത്? ഇന്നലെ രാത്രി ഇവിടെ സമരത്തിന് പിള്ളേരെ ഡ്യൂട്ടിക്ക് അവിടെ നിന്ന് ഇറക്കുമായിരുന്നു. ഇവിടുന്ന് നഴ്സും മാനേജറും ഇവിടുന്ന് സെക്യൂരിറ്റിയും പോയി അവിടെ നമുക്ക് വേറെ ഹോസ്റ്റലുണ്ട്, അവിടുന്ന് പിള്ളേരെ ഡ്യൂട്ടിക്ക് ബലമായിട്ട് ഇറക്കുകയും ചെയ്തു. എന്ത് പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തിയത്?
നിങ്ങളെ ഡ്യൂട്ടിക്ക് കയറിയില്ലെങ്കിൽ എന്നെ നിങ്ങളെ പിരിച്ചുവിട്ട് റിസൈൻ ചെയ്യും, മെമ്മോ തരും, ഇങ്ങനെയൊക്കെയാണ് നമ്മളോട് പറയുന്നത്. മാനേജ്മെന്റിന്റെ കൂടെ നിൽക്കണമെന്നൊക്കെയാണ് നമ്മളോട് ഭീഷണിപ്പെടുത്തുന്നത്. നിങ്ങൾ പക്ഷേ ആ ഭീഷണിക്കൊന്നും നിൽക്കുന്നില്ല. ഇല്ല ഇല്ല ഇല്ല, സമരം വിജയം വരെ നിങ്ങളിവിടെ സമരം ആ സമരം വിജയം വരെ നിൽക്കും. നമ്മളിപ്പോൾ ഇവിടെ ഒരു പനിയായിട്ട് എമർജൻസിയിൽ അഡ്മിറ്റ് ആയാൽ മിനിമം 2000 രൂപയിലും ബില്ലാവും, മിനിമം 2000. അപ്പം അങ്ങനെ എത്ര തവണ നമ്മളിങ്ങനെ അഡ്മിറ്റ് ആവുന്നു, അതുപോലെ ഇവർക്ക് കൺസൾട്ട് ചെയ്ത് നമുക്ക് തരാൻ പറ്റുന്നില്ല. പിന്നെ നമുക്ക് 40,000 എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് അല്ലേ, അത് നമ്മുടെ അവകാശമാണ്, നമ്മളെ നേടിയെടുത്തിട്ടേ സമരം പിൻവലിക്കത്തുള്ളൂ. സമരം ചെയ്യുന്ന ഞങ്ങളുടെ മിനിമം വേതനം 40,000 ആക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം. അതിൽ തന്നെ നമ്മൾ ഉയർച്ചു നിൽക്കുന്നു. എപ്പോഴാണോ നമ്മൾ മാനേജ്മെൻറ്റിനെതിരെയോ അല്ലെങ്കിൽ ഇവിടെയുള്ള ആർക്കും എതിരെയല്ല നമ്മൾ സമരം ചെയ്യുന്നത്. നമ്മൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള മിനിമം വേതനം അത് നമുക്ക് നൽകുക, അതിനു വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ആസ്ട്ര ഗ്രൂപ്പിന് ആർക്കും എതിരെയല്ല സമരം ചെയ്യുന്നത്. ഞങ്ങളുടെ നാട്ടിൽ തന്നെ, ഞങ്ങളുടെ പിറന്ന നാട്ടിൽ തന്നെ നല്ല ഒരു ജീവിത സാഹചര്യത്തിൽ സാമ്പത്തിക ഭദ്രതയോടുകൂടി ഞങ്ങൾക്ക് ഇവിടെ തന്നെ ജീവിക്കാൻ കഴിയണം. ആ ഒരു ആവശ്യം മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. ഒരു നേഴ്സ് വീട്ടിൽ നിന്ന് ജോലിക്ക് വന്നു, അവിടുന്ന് തിരികെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ഒരു മാസം എത്ര രൂപ നിങ്ങൾക്ക് ചിലവുണ്ടാകും? തീർച്ചയായും നല്ലൊരു എമൗണ്ട് ആവുന്നുണ്ട്. പെട്രോൾ ചാർജിൻ്റെ ഒക്കെ വില അറിയാമല്ലോ. പെട്രോളൊക്കെ ഈ 7 വർഷത്തോളം ഞങ്ങളുടെ മിനിമം വേതനം കൂട്ടിയിട്ട് തന്നെ. അപ്പം ആ ഒരു ഇടയിൽ ഇതിലിവിടെ റേസ് ചെയ്യാത്ത ഒരു മേഖലയും ഇല്ലാന്ന് തോന്നുന്നു. പെട്രോളിൻ്റെ വില കൂടിയിട്ടുണ്ട്, സ്വർണ്ണത്തിൻ്റെ വില ഒരുപാട് കൂടിയിട്ടുണ്ട്. ഇങ്ങനെ ഏത് രീതിയിൽ ചിന്തിച്ചാലും എല്ലാവരും വിലക്കയറ്റമാണ് എല്ലായിടത്തും. നമ്മുടെ സ്ഥാനത്ത് വീട്ടിലെ അവശ്യ സാധനങ്ങൾക്ക് പോലും വില കൂടി. പച്ചക്കറികളാണെങ്കിലും നിത്യോപയോഗ സാധനങ്ങൾ എല്ലാത്തിൻ്റെയും വില കൂടിയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ കുട്ടികൾ എനിക്ക് 3 കുട്ടികളുണ്ട്. അപ്പം 3 പേരുടെ പഠിത്തം, വീട്ടിലെ ചിലവുകൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ എല്ലാവരും ഉണ്ട് നമുക്ക്. അപ്പം നമുക്ക് എല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും ഈ ഒരു വേതനം നമുക്ക് തരുന്നതിൽ മാനേജ്മെൻറ്റിന് ബുദ്ധിമുട്ടുണ്ടാവാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. നല്ല രീതിയിൽ അവർ പേഷ്യൻസിൻ്റെ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങുന്നുണ്ട്. തീർച്ചയായും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എമൗണ്ട് ഈടാക്കുന്നുണ്ട് പേഷ്യൻസിൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും. അപ്പം IP പേഷ്യൻറ്റിൻ്റെ കയ്യിൽ നിന്നും നേഴ്സിംഗ് ചാർജ് എന്ന ഇനത്തിൽ എത്രയാണ് ബില്ലിൽ കാണിക്കുന്നത്? അതെനിക്ക് കറക്റ്റായിട്ട് എമൗണ്ട് അറിയില്ല, എങ്കിലും നല്ലൊരു എമൗണ്ട് ഈടാക്കുന്നുണ്ട്. അപ്പം അത്തരത്തിൽ നിങ്ങളുടെ ഒരാവശ്യമാണല്ലേ ഇത്? അതെ അതെ, ഞങ്ങളുടെ ഒരു ആവശ്യമാണിത്. ഞങ്ങൾ നഴ്സിംഗ് സമൂഹം രോഗികളെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അതുകൊണ്ട് അവർ സേഫ് ആയിരിക്കണം എന്നുള്ള ചിന്തയിലാണ് നമ്മൾ ഇത്രയും ദിവസം എല്ലാത്തിനും ടൈം കൊടുത്തു. നമ്മൾ സമരത്തിന് പോവാണ് എന്ന് ഒരുപാട് തവണ നമ്മൾ ഇൻഫർമേഷൻസ് എല്ലായിടത്തും പാസ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് അതിൽ താല്പര്യമില്ല, സമരം ചെയ്യാൻ ആക്ച്വലി ഞങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷേ സാഹചര്യം നമ്മളെ നിർബന്ധിതരാക്കുകയാണ് സമരം ചെയ്തേ പറ്റൂ എന്നുള്ളൊരു സ്ഥിതിഗതിയിലേക്ക്. അല്ലാണ്ട് നമ്മൾ മനഃപൂർവ്വമായിട്ട് ഈ ഒരു സമരം ക്രിയേറ്റ് ചെയ്തതോ അല്ല. നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്തു ഇത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ നമുക്കതിന് സാധിച്ചില്ല. ഇവർക്ക് കൃത്യം ഒരു ചികിത്സ പോലും സൗജന്യമായി ആശുപത്രി മാനേജ്മെൻറ്റ് നൽകില്ല. ഈ പറഞ്ഞ പോലെ തന്നെ എമർജൻസി വിഭാഗത്തിൽ അവർ ഈ ചികിത്സ തേടിയാൽ തന്നെ 2000 രൂപ മിനിമം അവരുടെ കയ്യിൽ നിന്ന് ബില്ല് ഈടാക്കുന്നതാണ്. യാതൊരുവിധ ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നില്ല. ആ രീതിയിൽ അതാണ് ഈ ശക്തമായ ഈ പ്രതിഷേധത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരെന്തായാലും ഉറച്ച ഒരു തീരുമാനത്തിൽ തന്നെയാണ്. UNA എന്ന സംഘടനയുടെ പിൻബലത്തിൽ അവരെല്ലാവരും ധൈര്യസമേതമാണ് ഈ വൻകിട ആശുപത്രികൾക്ക് നേരെ സമരം ചെയ്യുന്നത്. എന്തായാലും സർക്കാർ ഒരു അനുകൂല ഉത്തരവിറക്കി, പക്ഷേ അതിനകത്തും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 800 കിടക്കകളുള്ള ആശുപത്രിയിലാണ് അത്തരത്തിൽ സർക്കാർ ഒരു വിജ്ഞാപനം ഇറക്കിയത്, അവർക്ക് ശമ്പള വർധനവ്. പക്ഷേ കേരളത്തിൽ ആകെ 800 ബെഡുകളുള്ള ഒരു ആശുപത്രി എന്ന് പറഞ്ഞാൽ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളിടത്തെല്ലാം അതിൽ താഴെയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ഈ നടത്തിയ ചർച്ചയിൽ ഏതാനും ചില ഹോസ്പിറ്റലുകൾ, ഒരു 200ഓളം ഹോസ്പിറ്റലുകൾ ശമ്പള വർധനവിന് അനുകൂലമായ രീതിയിൽ UNAയോട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ആശുപത്രികളിലൊന്നും ഇത്തരത്തിൽ സമരമില്ല. നിലവിൽ ഈ ആശുപത്രി ശമ്പളം വർദ്ധിപ്പിക്കാൻ അനുകൂലമായ തീരുമാനമെടുക്കാത്ത ആശുപത്രികളുടെ മുന്നിലാണ് ഇപ്പോൾ നഴ്സുമാർ ശക്തമായ സമരം നടത്തുന്നത്. ഒരു 80% നേഴ്സുമാരും ഈ ആശുപത്രിയുടെ മുന്നിൽ ഇത്തരത്തിൽ സമരം ചെയ്യുന്നുണ്ട്. 20% മാത്രമാണ് അത്യാവശ്യ സർവീസുകളായ എമർജൻസി വിഭാഗത്തിലൊക്കെ ജോലി ചെയ്യുന്നത്. ബാക്കിയുള്ളിടത്തെല്ലാം വലിയ രീതിയിൽ ഈ സ്റ്റാഫിൻ്റെ അതായത് നേഴ്സുമാരുടെ
കുറവുണ്ട്. അത് നികത്താൻ പലപ്പോഴും ഇവർ ഈ വിദ്യാർത്ഥികളെ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു ആക്ഷേപവും UN ഉയർത്തുന്നുണ്ട്. വിദ്യാർത്ഥികളെ കൊണ്ട് ഇത്തരത്തിൽ ജോലി ചെയ്യിക്കാൻ പാടുള്ളതല്ല. നഴ്സിംഗ് കൗൺസിൽ ഇക്കാര്യത്തിൽ ശക്തമായ ഇടപെടൽ നടത്തണമെന്നൊക്കെ UN പറയുന്നുണ്ടെങ്കിലും പക്ഷേ അതിന് കാര്യമായ ഒരു നീക്കം ഒന്നും നടത്തുന്നില്ല. എന്തായാലും വൻകിട ആശുപത്രികളാണ് ഇത്തരത്തിൽ ശമ്പളം വർദ്ധിപ്പിക്കാൻ ഇങ്ങനെ തയ്യാറാവാത്തത്. അതുകൊണ്ട് തന്നെയാണ് UN ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധം സംസ്ഥാനമൊട്ടാകെ നടക്കുന്നത്. 250ഓളം ആശുപത്രികൾ മുൻപോട്ട് വന്നിട്ടുണ്ട് ശമ്പളം വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട്. എന്തായാലും ആസ്റ്റർ പോലുള്ള വൻകിട ആശുപത്രികളാണ് ഇത്തരത്തിൽ, അതുപോലെ ബേബി മെമ്മോറിയൽ അടക്കമുള്ള വൻകിട ആശുപത്രികളാണ് ഇത്തരത്തിൽ ശമ്പളം വർദ്ധിപ്പിക്കാൻ ഇതുവരെയും തയ്യാറാവാത്തത് എന്നാണ് UN പറയുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരം ഒരു ചർച്ച ആസ്റ്റർ മാനേജ്മെൻറ്റുമായി ഉണ്ട് എന്നാണ് UN നേതാക്കൾ പറയുന്നത്. അത് നല്ല രീതിയിൽ അത് സമാപിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായ അവർക്ക് അനുകൂലമായ രീതിയിൽ ഒരു ആവശ്യം അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ സമരം, അതായത് മുഴുവൻ നേഴ്സുമാരെയും പുറത്തിറക്കിക്കൊണ്ടുള്ള സമരം നടത്തി ആശുപത്രിയിലെ ഈ IP വിഭാഗം പൂർണ്ണമായും സ്തംഭിക്കുന്ന രീതിയിലേക്കൊരു സമരം നടത്തുവാനാണ് UN ഇപ്പോൾ ആലോചിക്കുന്നത്. കൊച്ചിയിൽ നിന്നും ജസ്റ്റിൻ വർഗീസിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.